ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും +2 കൊമേഴ്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഇതേ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ +2 എക്കണോമിക്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. +1 പോലെയല്ല നമ്മുടെ +2 എക്കണോമിക്സ് വരുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും നമുക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അതേപോലെ 2 നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, മൈക്രോയ്ക്ക് ഒരു നോട്ട്ബുക്ക്, മാക്രോയ്ക്ക് ഒരു നോട്ട്ബുക്ക്, രണ്ടും ഒരു നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വേറെ വേറെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഇപ്പം മൈക്രോ എക്കണോമിക്സിലാണെങ്കിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, മാക്രോനാണെങ്കിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾ മാക്രോ പാടായതുകൊണ്ട് മൈക്രോ മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ മൈക്രോ അവർക്ക് ഈ പാടാണ് മാക്രോ മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ ചോദിക്കും. 2 ഭാഗത്തു നിന്നും ഈക്വൽ ആയിട്ടാണ് നമ്മുടെ എക്സാമിനേഷന് ചോദ്യം വരിക. ചോദ്യ പേപ്പർ എത്ര മാർക്കിനാണ് നിങ്ങൾക്കറിയാലോ, 80 മാർക്കിനാണ്. അത് ഈക്വൽ ആയിട്ടായിരിക്കും, 2 ഭാഗത്തു നിന്നും ഈക്വൽ ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. 2 ഭാഗത്തു നിന്നും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാക്രോയിൽ എക്സ്ട്രാ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മൈക്രോയിൽ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം, പക്ഷെ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ്. പിന്നെ ഓണം എക്സാമിനായാലും ക്രിസ്മസ് എക്സാമിനായാലും പോർഷനൊക്കെ ചിലപ്പം മാറാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. കഴിഞ്ഞ വർഷം പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ വർഷം, ചിലപ്പോൾ കഴിഞ്ഞ വർഷം പോലെ തന്നെ ആയിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം +2 എക്കണോമിക്സ് നിങ്ങളിപ്പോൾ കണ്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാതെ പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നിങ്ങൾക്ക് ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാകും. ആപ്പിൽ ഇതേ സ്ട്രക്ചേർഡ് ആയിട്ട് ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം തന്നെ നമ്മളിതേ അടുത്ത മാസം, അതായത് മെയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ്. അപ്പം നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുക. ബാച്ചിൻ്റെ പേരൊക്കെ നിങ്ങൾക്കറിയാം, ഇവ ബാച്ച് എന്നാണ്. എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേഗം തന്നെ പറഞ്ഞു തരാം. നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിലേക്ക് ഈ ബാച്ചിൻ്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ +2 ആണെങ്കിൽ നിങ്ങൾ +2 ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് യുവ ബാച്ച് നിങ്ങൾക്ക് വരും. ആ ബാച്ചിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അത്രയേറെ സിമ്പിളാണ്. സോ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. +2 എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.